സമസ്ത കേരള ജമിയത്തുലമയാണ് നിങ്ങൾ വളർത്തുന്നത്. സമസ്തൻ്റെ അഡ്രസ്സിലാണ് നിങ്ങൾ വളരുന്നതെന്നുള്ളൊരു ഓർമ്മയോട് നിങ്ങൾക്ക് ഉണ്ടാവണം. നന്ദികേടുണ്ടാകാൻ പാടില്ല. മുമ്പ് കണ്ടില്ല, ഒരു ഉമ്മാമ ഒരു ചെന്നായിക്കുട്ടിനെ കൊടുന്ന് വളർത്തിയതാണ്. ചെന്നായി ചത്തുപോയപ്പോൾ കുട്ടി കിടന്ന് കാര്യങ്ങൾ ഉമ്മാമ കൊടുന്ന് കാണാൻ. അപ്പോൾ ഇതിന് ആട്ടിൻ്റെ പാലിന്ന് കൊടുത്തിരുന്നു. അങ്ങനെ ചെന്നായി വളർന്നപ്പോൾ ചെന്നായിക്ക് തോന്നി, ഞാൻ ചെന്നായിയായി വളരേണ്ടവനല്ല, ഞാൻ ആടായി വളരേണ്ടവനല്ല, ഞാൻ ചെന്നായി ആയിട്ടാണ് വളർന്നത്, ചെന്നായിൻ്റെ സ്വഭാവം കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിനുള്ള ഈ ഉമ്മാമാൻ്റെ ആട്ടുകുട്ടി എന്നുള്ളൊരു ആട്ടുകുട്ടിനെ പിടിച്ചു തിന്ന്. അപ്പോൾ ഉമ്മാമ പറഞ്ഞതെന്താ പറയുക, ബക്കർത്ത സുവൈഹത്തി ഫജഅത ഖൽബി വഅന്തരിശാത്തിന വലതും റബീബു. ഈ നമ്മൾ ആട്ടുകൂട്ടിനെ പിടിച്ചു തിന്നില്ലേ, ഫജഅത ഖൽബി, എൻ്റെ ഹൃദയത്തിനെ നീ നോവിപ്പിക്കുകയും ചെയ്തു. വാന്തരിശാത്തിന വലതും റബീബു, നമ്മൾ ആടിൻ്റെ വളർത്തുപുത്രനല്ലേ നീ. റബീത്ത ആ ആടിൻ്റെ പാലല്ലേ നീ കുടിച്ചത്. റബീത്ത ഫീന, നമ്മളല്ലേ നിന്നെ വളർത്തിയത്. ഫമൻ അമ്പാക്ക അന്ന അബാക്ക ദീപു, എൻ്റെ തന്ത ചെന്നായി എന്ന് ഇപ്പം ആര്യ പറഞ്ഞു തന്നു. അപ്പോൾ ആ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ വളരുന്നത്, നമ്മളെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്ന എല്ലാം, അതിനിവിടെ വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും പ്രചോദനമൊക്കെ നൽകുന്നത് സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സിലാണ്. അങ്ങനെ അതിൽ കൂടി വളർന്നു വന്നാൽ പിന്നെ നമ്മൾ ആ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ അതിനെ വിമർശിക്കുകയോ അതിൻ്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെ ചെറുതായി കാണുകയോ ചെയ്യണ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതൊന്നും ഇല്ലാത്ത ഒരു ടീമിനെയാണ് നമ്മൾ ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് വളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എന്നും സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരാവണം. അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരേണ്ടവരാണ് നിങ്ങളൊക്കെ എന്ന ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം. അതിന് പറ്റുന്നതായ ആ ക്വാളിറ്റി, അതിന് വേണ്ടതായ ആ നന്മയിൽ കൂടിയൊക്കെ ആവണം നിങ്ങൾ വളർന്നു വരേണ്ടത് എന്നുകൂടി നിങ്ങളോടെല്ലാവരും ഉണർത്തിക്കൊണ്ട് ഒരു കാര്യം വ്യക്തമല്ലേ, സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിനെ വേദനിപ്പിച്ച്, അതിനെ വെല്ലുവിളിച്ച്, അതിനെ ചീത്ത പറഞ്ഞ്, അതിനെ തെറി വിളിച്ച് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള താക്കീതാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് എന്തേ കുഴപ്പമുണ്ടാകും എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അവർക്ക് ശമ്പളം കിട്ടും, പണം ഉണ്ടാകും, പൈസ ഉണ്ടാകും, കാറുണ്ടാകും, എല്ലാം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പിന്നെ എന്തുണ്ടാവില്ല? ഉസ്താദന്മാരുടെ പൊരുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മാമ വളർത്തിയ ചെന്നായ പോലെ ആവരുത് എന്നുള്ള ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന സമസ്തയെ തെറി വിളിക്കാൻ, സമസ്തയെ വെല്ലുവിളിക്കാൻ, സമസ്തയെ വിമർശിക്കാൻ ഒക്കെ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ, ആ ആളുകൾ ഒരു കാലത്ത് സമസ്തയുടെ ഉപ്പും ചോറും തിന്നവരാണ് എന്നുള്ള കാര്യം അവരാരും മറക്കണ്ട, അല്ലേ? അവർ വളർന്നതും അവർ ഈ നിലയിലേക്ക് എത്തിയതും തുടങ്ങിയതും ഒക്കെ സമസ്തയുടെ തണലിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് മറന്നു പോകേണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ, അല്ലേ? വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ നേതാക്കളെ, സമസ്തയെ ഒക്കെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടാം, സമസ്തയെ തെറി വിളിച്ചിട്ട് ഞാൻ വലിയവനാകും, അല്ലെങ്കിൽ സമസ്തയെ തള്ളിപ്പറഞ്ഞിട്ട് എനിക്കതിലും വലുതാകാൻ കഴിയും എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകള് അത്ര നല്ലതിനല്ല, ആ ചിന്തകള് നന്മയിലേക്കുള്ള പോക്കല്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ, അത്ര മാത്രമേ പറയുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അല്ലേ? അപ്പോൾ അത്തരം സ്വഭാവങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ, കാരണം നിങ്ങൾ എൻ്റെ രക്ഷിതാക്കൾ ഒക്കെ നമ്മുടെ മക്കളെയൊക്കെ
ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്ക്, അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പല ഇതിലേക്കും തിരിച്ചു വിടുമ്പോൾ ഇത്തരത്തിൽ സമസ്തയെ വേദനിപ്പിച്ച ആളുകൾ, സമസ്തയെ തെറി വിളിക്കുന്ന ആളുകൾ, സമസ്ത മാറ്റി നിർത്തിയ ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്കൊന്നും അവരിലേക്കൊന്നും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് വെക്കുന്നത് നല്ലതായിരിക്കില്ല എന്നുള്ളതാ. മനസ്സിലായില്ലേ? ഞാനിത് പറയുമ്പോൾ അതെന്തുകൊണ്ടത് പറയുന്നത് എന്നും അത് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട റയീസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് ഉസ്താദ്, ആ മഹാനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. എന്നെക്കാൾ കൂടുതലായിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും. എനിക്കൊക്കെ കേട്ട് മാത്രം പരിചയമുള്ളൂ, കണ്ടിട്ടില്ല, കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുകയൊക്കെ ചെയ്ത ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങളോട് ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ആ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ അള്ളാഹുവിൻ്റെ വലിയ ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രാർത്ഥന? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാനതവിടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ പ്രാർത്ഥന ആർക്കെതിരെയായിരുന്നു, ഏത് ഘട്ടത്തിലായിരുന്നു, എന്തായിരുന്നു ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? സമസ്തയെ മുഖം കെടുത്താൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടവരെ പടച്ച തമ്പുരാനെ നീ മുഖം കെടുത്തനെ എന്നാരാ പറഞ്ഞത്? റയീസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് ഉസ്താദ് അല്ലേ? കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രാർത്ഥനയാണത്. അള്ളാഹിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞതാ, ഈ സമസ്തയെ ഒന്ന് അങ്ങോട്ട് നമ്മളെ ഇപ്പോഴത്തെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആക്കണം, നമുക്ക് ഒന്ന് ട്രോളണം, അല്ലെങ്കിൽ സമസ്തയെ ഒന്ന് നമുക്ക് അപമാനിക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച ചില ആളുകൾക്കെതിരെ അന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു. ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ പ്രതിഫലിക്കുന്നത്, അതിൻ്റെ ചില പ്രതിഫലനങ്ങളുടെ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴായിട്ട് നമ്മളത് കണ്ടു. ഈ അടുത്ത കാലത്ത് പോലും നമ്മളത് കണ്ടില്ലേ? അങ്ങനെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല, ബഹുമാനപ്പെട്ട സമസ്തയെ തെറി വിളിക്കാനോ അധിക്ഷേപിക്കാനോ വെല്ലുവിളിക്കാനോ ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് 1000 തവണ ആലോചിക്കാൻ തയ്യാറാവുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി ചേർക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ 1000 തവണ ആലോചിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ തൗഫീഖാണ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ചിലർക്ക് കിട്ടിയിട്ട് പകുതി വൈക്ക് വെച്ചിട്ട് അത് കട്ടായി പോയ ആളുകളുണ്ട്. അങ്ങനെ ഉണ്ട്. പെടുന്നനെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ആ കണക്ഷൻ അവിടെ കട്ടായി പോയ ആളുകളും ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ആ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രവുമല്ല, അവസാന ശ്വാസം വരെ കലിമ ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് വില പറയുന്ന ആ സെക്കൻഡ് വരെ സമസ്തയുടെ പടയാളിയാവാൻ, സമസ്തക്കാരനാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അത് ദീനിൻ്റെ നേരായ വഴി, അതിലൂടെ നമ്മൾ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി നമുക്ക് കാണിച്ചു തരുന്നത് സമസ്ത മാത്രമാണ്. അപ്പോൾ ഉമ്മാമ വളർത്തിയ ചെന്നായ കുട്ടിയെ പോലെ നന്ദികേട് കാണിക്കരുത്. സമസ്തയെ തെറി വിളിക്കാൻ, സമസ്തയുടെ പണ്ഡിതന്മാരെ ആലിമീങ്ങളെ തെറി വിളിക്കാൻ ഇറങ്ങിത്തിരിക്കരുത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാ. കാരണം ഈ പ്രസ്ഥാനം ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളവരും ഇനി വരാനിരിക്കുന്നവരും, ലോകാവസാനം വരെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവർക്കും ഒരു സുരക്ഷാ വലയം അവർക്ക് ചുറ്റിലുമുണ്ട്. അവരെ മുന്നോട്ട് നയിക്കുന്നത്
മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സമസ്തയുടെ കൂടെ നിൽക്കാൻ സാധിക്കണം. സമസ്തയുടെ കൂടെ നിൽക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? അതുപോലെ തന്നെ ആ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ, ആഖിബത്ത് നന്നാകണമെങ്കിൽ സമസ്തക്കാരനാവേണ്ടത് അനിവാര്യമായി മാറുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ആ ചെറുവിരലിൽ തൂങ്ങുന്ന കണ്ണിയിലെ ചങ്ങലയിലെ കണ്ണിയാവാനുള്ള ശ്രമം നടത്തുക. മറിച്ച് സയ്യിദുൽ ഉലമയെയും സമസ്തയുടെ പണ്ഡിതന്മാരെയും അധിക്ഷേപിക്കാനോ തെറി വിളിക്കാനോ വെല്ലുവിളിക്കാനോ ഒക്കെ ഇറങ്ങിപ്പുറപ്പെടുന്നവരെ കൂട്ടത്തിൽ പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം തലയെക്കെട്ട് കണ്ടിട്ട്, താടി കണ്ടിട്ട്, വസ്ത്രം കണ്ടിട്ട്, വെള്ള വസ്ത്രം കണ്ടിട്ടൊന്നും ആരും കണ്ണ് മഞ്ഞളിച്ച് പോണ്ട. കാരണം നിങ്ങൾ ചേകന്നൂർ മൗലവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ആക്കിയ ഹാഫിളായ വ്യക്തിയായിരുന്നു ചേകന്നൂർ. എന്നിട്ട് എന്താ ഉണ്ടായത്? അവസാനം എങ്ങോട്ടാ പോയത്? ഏതായിരുന്നു പോക്ക്? വഴിയൊക്കെ ഏതായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ അവസരത്തിൽ. അപ്പോൾ തലയെക്കെട്ടോ അല്ലെങ്കിൽ പേരിൻ്റെ ബാക്കിലുള്ള പല വാക്കുകളോ ബിരുദങ്ങളോ താടിയോ തലപ്പാവോ വേഷമോ ഒന്നും ഈ പറയുന്ന കാര്യങ്ങളാവില്ല. അതുകൊണ്ട് സമസ്തയുടെ വഴിയിൽ, സമസ്ത നയിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോകുക. സയ്യിദുൽ ഉലമയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതിന് തന്നെ വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അല്ലേ? സാധാരണ നമ്മൾ നന്മകൾ ചെയ്യാൻ വേണ്ടിയാണല്ലേ നമ്മൾ പറയാറുള്ളത്. ഇത് ഈ പറയുന്ന സയ്യിദുൽ ഉലമയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പുണ്യപ്രവൃത്തി. സാധാരണ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, പാവങ്ങളെ സഹായിക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ്, അത് ചെയ്യുമ്പോഴാണ് അത് നന്മയാകുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി തങ്ങൾ, നമ്മുടെ നേതാവ്, ആ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് അവസാനം സമസ്തയെ വെല്ലുവിളിച്ച്, സമസ്തയെ ആക്ഷേപിച്ച്, സമസ്തയെ തെറിവിളിച്ച് നടക്കുന്നവരുടെ കൂട്ടത്തിലാവരുത്. അങ്ങനെ ആവാതിരിക്കുക, നമ്മൾ സ്വയം അങ്ങനെ ആവാതിരിക്കുക, നമ്മുടെ മക്കളെ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഞാൻ പറയുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ സമസ്തക്കാരായിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെ മക്കളും ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണമെന്നുള്ള നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഉമ്മാമ വളർത്തിയ ചെന്നായ പോലെ ആവരുത്. ആട്ടുംകുട്ടിയെ കടിച്ച് തിന്നപ്പോൾ ഉമ്മാമ പറഞ്ഞതെന്താ? എന്നെ മനസ്സിനെ നോവിച്ചു അല്ലേ? പാല് കുടിച്ചത് ആട്ടിൻ്റെ പാല്, വളർന്നത് കുട്ടികൾക്കിടയിൽ വളർന്ന ചെന്നായ. വലുതായപ്പോൾ തോന്നി ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ചെന്നായായിട്ട് വളരണം. ഉടനടി ആട്ടുംകുട്ടിയെ പിടിച്ച് കടിച്ച് തിന്നു. അപ്പോൾ ഉമ്മാമാൻ്റെ വേദന, മനസ്സ് വേദനിച്ചു. അതുപോലെ സമസ്തയുടെ നേതാക്കൾ, സമസ്തയുടെ പണ്ഡിതന്മാർ, ആ നേതൃത്വത്തെ, ഈ പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. കാരണം ദീന് പറഞ്ഞു തന്നതും ദീൻ എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നതും സമസ്തയാണ്. ആ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കാൻ മനസ്സുണ്ടാകണം. അതിനു വേണ്ടി എന്താക്കണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം തൗഫീക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ട്. തൗഫീക്ക് എല്ലാവർക്കും കിട്ടൂല അല്ലേ? 5 വക്ത് നിസ്കാരം ഖളാവാണ്ട് നിസ്കരിക്കാൻ അതിനൊരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് നിലനിർത്താൻ ഒരു യോഗം വേണം. അപ്പം അതൊക്കെ നമ്മൾ പറയുമ്പോൾ കൂട്ടത്തിൽ സമസ്തക്കാരനാവാൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വഴി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാൻ സാധ്യതയുണ്ട്. സമസ്തക്കാരനാവുമ്പോൾ എന്താ അറിയോ? ആ വഴി അങ്ങനെ പോകും. എവിടെ വരെ?
സക്കറാത്തുൽ മൗത്ത് വരെ ആ വഴി അങ്ങനെ തന്നെ പോകും, തെറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സമസ്തക്കാരനാവാൻ അതിനൊരു തൗഫീക്ക് വേറെ തന്നെ വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സമസ്തയെ ധിക്കരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.